ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനെക്കുറിച്ചും അതിൻ്റെ നൂതനമായ ആപ്ലിക്കേഷനുകളെക്കുറിച്ചുമാണ്. ഏകദേശം 30 വർഷത്തോളമായി ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സാ രംഗത്ത് ഉണ്ടെങ്കിലും കൂടുതലായും DBSൻ്റെ ഉപയോഗം കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിലാണ് ആരംഭിച്ചത്. ആദ്യമായി പാർക്കിൻസൺ രോഗികളിലായിരുന്നു DBS ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും നടത്തം വളരെ സ്ലോ ആവുന്ന രോഗികളിലും വിറയൽ കൂടുതലുള്ള രോഗികളിലും മരുന്നുകൾ കൊണ്ടുള്ള ഡിസ്കൈനേസിയ എന്നുള്ള അവസ്ഥയുള്ള രോഗികളിലും DBS വളരെയധികം ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. പാർക്കിൻസൻ്റെ ഇനീഷ്യൽ 5 വർഷങ്ങൾ മരുന്നുകൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഉണ്ടാവും. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ പലപ്പോഴും മരുന്നുകൾ ഫലിക്കാതെ വരികയും രോഗി കൂടുതൽ ഓഫ് പീരീഡിലേക്ക് പോവുകയും നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് വരികയും പേഷ്യൻ്റ് സ്റ്റിഫാവുകയും ചെയ്യും. ഇത്തരം അവസ്ഥയിൽ പേഷ്യൻറ്റിനെ ഓണാക്കാൻ മരുന്നുകൾ ഫലപ്രദമല്ലാത്ത ഒരവസ്ഥയിലെത്തുകയും നമുക്ക് ബ്രെയിനിൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങളെ ചെറിയ വൈദ്യുത തരംഗങ്ങൾ ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നടത്തവും മൊബിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്സും നന്നായി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണമായി ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് അഥവാ ഒരു സ്റ്റിമുലേഷന് വേണ്ടി ക്ലാവിക്കിളിനടിയിലായിട്ട് കോളർ ബോണിനടിയിലായിട്ട് ചെറിയൊരു ബാറ്ററി സ്ഥാപിക്കുകയും അതിൽ നിന്നൊരു വയർ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുകയാണ് ആദ്യമായി ചെയ്യുന്നത്. ഇത് ഒരു കീ ഹോൾ സർജറിയുടെ സഹായത്താലാണ് ചെയ്യുന്നത്. ബ്രെയിനിൽ ഏകദേശം ഒരു ബട്ടൺ ഹോൾ വലുപ്പത്തിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുകയും ഇതിലൂടെ ഒരു ലീഡ് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി കടത്തിവിടുകയും എക്സാക്റ്റായിട്ട് ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് സബ്തലാമിക് ന്യൂക്ലിയസിലാണ് കൂടുതലും നമ്മൾ പാർക്കിൻസണിൽ ഈ ലീഡ് കടത്തിവിടുന്നത്. ഇത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കും നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രീ പ്ലാൻ ചെയ്തിട്ടാണ്. എങ്ങനെ ഈ ഇലക്ട്രോഡ് ബ്രെയിനിലോട്ട് പോകണമെന്നത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അത് MRI CT തുടങ്ങിയ ഇമേജുകളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇലക്ട്രോഡിനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സാക്റ്റായിട്ട് പ്രീ ഡിറ്റർമിൻഡ് സ്ഥലത്തേക്ക് കടത്തിവിടുന്നു. ഇത് കടത്തിവിട്ടതിന് ശേഷം നമ്മൾ രോഗി സാധാരണയായിട്ട് കോൺഷ്യസ് ആയിട്ടാണ് ഉണ്ടാകുന്നത് ഓൺ ദ ടേബിൾ. നമ്മൾ ഒരു സ്കാൻ എടുത്ത് ഇതിൻ്റെ സ്ഥാനം കൃത്യമാണോ എന്ന് തീരുമാനിക്കുകയും ചെറിയ വൈദ്യുത തരംഗങ്ങൾ ഇതിലൂടെ കടത്തിവിട്ട് എങ്ങനെയാണ് രോഗിയുടെ ക്ലിനിക്കൽ റെസ്പോൺസ്, രോഗിയുടെ സ്റ്റിഫ്നെസ്, രോഗിയുടെ വിറയൽ തുടങ്ങിയവ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഏറ്റവും നല്ല ക്ലിനിക്കൽ റെസ്പോൺസ് കിട്ടുന്ന സ്ഥലത്താണ് നാം ഈ ഇലക്ട്രോഡ് ഫൈനലി പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രെയിനിലുള്ള ഡിസ്ചാർജസ് എങ്ങനെയാണെന്ന് നോക്കിയും നമുക്ക് ഈ ഇലക്ട്രോഡിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കും. അതിനുശേഷം ഈ ഇലക്ട്രോഡിനെ ഒരു വയർ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഈ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ ബാറ്ററി സ്വിച്ച് ഓൺ ചെയ്യുകയും പുറത്തുനിന്ന് നമുക്ക് ഈ ഡിവൈസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പൾസ് വിഡ്ത്ത്, വോൾട്ടേജ് തുടങ്ങിയവ ഡോക്ടറിന് പുറത്തുനിന്ന് ഒരു മൊബൈൽ മാതിരിയുള്ള ഡിവൈസിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 2-3 മാസങ്ങൾ പല തവണ അഡ്ജസ്റ്റ് ചെയ്ത് രോഗിക്ക് ഏറ്റവും നല്ല ക്ലിനിക്കൽ റെമിഷൻ, നല്ല വിറയൽ കൺട്രോൾ, നല്ല സ്റ്റിഫ്നെസ് കൺട്രോൾ തുടങ്ങിയവ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പാർക്കിൻസൺ ആണ് കൂടുതലായും നമ്മൾ DBS ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഡിസ്റ്റോണിയ, അൺകൺട്രോൾഡ് ട്രെമർ, തീരെ മാറാത്ത അപസ്മാര രോഗങ്ങൾ, ചില സ്ട്രോക്കുകളിലും പിന്നെ ഡെമൻഷ്യ തുടങ്ങിയ രോഗാവസ്ഥകൾക്കും DBS ഇപ്പോൾ ധാരാളമായി ലോകത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ കണ്ണൂർ ബേബിയിൽ ഡിസ്റ്റോണിയ കേസുകളിൽ റീസെൻ്റായിട്ട് പല കേസുകളും ചെയ്യുകയും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം രോഗികളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാ രോഗികൾക്കും DBS സ്യൂട്ടബിൾ അല്ല. യൂഷ്വലി 5 വർഷം പാർക്കിൻസണിന് ശേഷമാണ് നമ്മൾ രോഗികളെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കിടപ്പ് രോഗികൾക്ക് DBS ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പിന്നെ പാർക്കിൻസൺ പോലെ തോന്നുന്ന PSP, CBGD, MSA തുടങ്ങിയ അസുഖങ്ങൾ ഇത് പാർക്കിൻസൺ പോലെ തോന്നുകയും പക്ഷേ അവ DBSന് റെസ്പോണ്ട് ചെയ്യുകയില്ല. അപ്പോൾ രോഗിയുടെ സെലക്ഷൻ വളരെ പ്രധാനമാണ്. അതാണ് ഈ രോഗത്തിൻ്റെ മുക്തി കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ജനിതകമായിട്ട് വരുന്ന ഡിസ്റ്റോണിയകൾ
പല ജീനുകൾ ഉള്ള ഡിസ്റ്റോൺ DYT1, DYT2 അങ്ങനെയുള്ള ഡിസ്റ്റോണുകൾക്ക് വളരെ നല്ല റെസ്പോൺസാണ് DBS നൽകുന്നത്. ഈ കുട്ടികൾ പൊതുവെ നടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതും ശാരീരിക വൈകല്യത്തോടു കൂടിയുമാണ് ചെറിയ വയസ്സുകളിൽ കാണപ്പെടുന്നത്. ഇവ DBS ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വൈകല്യത്തെ 100% മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരാനും രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പൊതുവെ കോംപ്ലിക്കേഷൻസ് വളരെ കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ് DBS. 3% താഴെ മാത്രമേ കോംപ്ലിക്കേഷൻസ് ഈ ചികിത്സാ രീതിയിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് DBS കേസുകൾ ചെയ്തു വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.